നമസ്കാരം. മേടം രാശിക്കാർക്ക് ശനി 12-ലൂടെ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. വ്യാഴം ഇപ്പൊ 3-ലാണ്. 3-ലെ വ്യാഴം മുറവിളി കൂട്ടുമെന്നാണ് പറയാ. സ്ഥാനഭ്രംശം, തൊഴിലുള്ളവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ട്, തൊഴിൽ കിട്ടാത്തവർക്ക് തൊഴിൽ കിട്ടാതിരിക്കുക, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഒരു കാര്യവും പറയുന്നത് പോലെ നടക്കാതിരിക്കുക, അങ്ങനെ ഒരുപാട് കരിയറിൽ ഒരുപാട് ഉയർച്ച കിട്ടേണ്ട സമയത്ത് കിട്ടാതെ ഇപ്പൊ നിൽക്കുന്നവരാണ് ഈ മേടം രാശിക്കാര്. ചിലവർക്കൊക്കെ നല്ല ഒരു ഭാഗ്യത്തിന്റെ ആനുകൂല്യം കൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നു പോകുന്നു എന്നുള്ളതാണ്. സാമ്പത്തിക ബാധ്യതകൾ, ലയബിലിറ്റികൾ കൂടിയ ഒരുപാട് പേരുണ്ട്. മേടം രാശിക്കാർക്ക് എങ്ങനെയാണ് ഈ വ്യാഴമാറ്റം ഗുണം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗമാണ് മേടക്കൂറിൽ വരുന്നതെന്ന് നമുക്കറിയാം. 9-ാം ഭാവാധിപനും 12-ാം ഭാവാധിപനുമായ വ്യാഴം ഈ രാശിക്കാർക്ക് 4-ലേക്ക് സഞ്ചരിക്കുന്നു കാലമാണ് ഈ മാറ്റം എന്ന് പറയുന്നത്. വീടോ വസ്തുവോ വാഹനമോ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട്. അത് ബാങ്ക് ലോൺ എടുത്തിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനുള്ള യോഗമൊക്കെ വന്നു ചേരുന്നുണ്ട്. ഇതുവരെ ആഗ്രഹിച്ചിട്ട് വീട് പുതുക്കി പണിയാനൊക്കെ വിചാരിച്ചിട്ട് നടക്കാതിരുന്നവർക്ക് അതുമൊക്കെ സാധ്യമാകുന്ന ഒരു കാലഘട്ടമാണ്. സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നോക്കാവസ്ഥയിലായിരുന്നുവെങ്കിലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ നൂതന സംരംഭങ്ങളൊക്കെ തുടങ്ങാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും മുന്നോട്ട് പോകാനും സ്വന്തമായിട്ട് 10 പൈസ നിങ്ങളുടെ കയ്യിലേക്ക് വരാനും ഒക്കെ ആയിട്ട് യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ വസ്തു വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്നവർക്ക് ബാധ്യതകളോടുകൂടിയാണെങ്കിൽ പോലും വസ്തു വാങ്ങാൻ സാഹചര്യങ്ങൾ വരുന്നുണ്ട്. വിവാഹപ്രായം എത്തിയവരൊക്കെയാണ് വിവാഹം നടക്കാതിരിക്കുന്നുണ്ട്. യുവജനങ്ങളാണെങ്കിലും ഒരു 28-30 വയസ്സ് പ്രായമായിട്ടുള്ള പ്രണയകർത്താക്കളൊക്കെ ആണെങ്കിൽ അവരുടെ ആ പ്രണയം അത് പൂത്തുലഞ്ഞ് വിവാഹത്തിലേക്ക് എത്തിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ഇവയെല്ലാം നമുക്ക് കുടുംബം, അമ്മയിൽ നിന്നുമൊക്കെ, അമ്മയുടെ ഭാഗത്ത് നിന്നുള്ള സ്വത്തുക്കളോ അല്ലെങ്കിൽ അമ്മയിൽ നിന്നുള്ള ഗുണങ്ങളോ കുടുംബത്തിൽ നിന്നുള്ള ഗുണങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ഈ രാശിക്കാർക്ക് കൂടുതൽ നേട്ടങ്ങൾ കഴിവിക്കുന്നതാണ് ഈ വ്യാഴത്തിന്റെ ഗോചരം എന്ന് പറയുന്നത്. ഇവയെല്ലാം തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയട്ടെ, ദൈവാധീനം നല്ലതുപോലെ ഉണ്ടാക്കിയെടുക്കുകയും ശനിയെ പ്രീതിപ്പെടുത്തുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യാഴമാറ്റം നിങ്ങൾക്ക് ഗുണങ്ങളായിരിക്കും ഉണ്ടാവുക. വെറുതെ നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് മാത്രം കാര്യമില്ല. പ്രാർത്ഥനകൾ നല്ലതുപോലെ കൊണ്ടുവരിക. നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴത്തിന്റെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കുക. വ്യാഴം നല്ല പൊസിഷനാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗോചരം നിങ്ങൾക്ക് ഗുണാധിക്യങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ബാധ്യതകളൊക്കെ നമുക്കൊരു പരിഹാരം കാണാനായിട്ട് സാധിക്കും. ഒരുപാട് ബാധ്യതകളൊക്കെ കൊണ്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നവർക്ക് അത് തീർക്കാനുള്ള മാർഗങ്ങളൊക്കെ മുന്നിൽ തെളിഞ്ഞു വരും. നിങ്ങൾ അതിലേക്ക് ഇറങ്ങി പ്രയത്നിക്കുന്നതും അതോടൊപ്പം തന്നെ അതിനുള്ള തലങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതും ഒക്കെ നന്നായിരിക്കും. അതുപോലെ തന്നെ വീട് പുതുക്കി പണിത് അതിൽ പാലുകാച്ചിലൊക്കെ കഴിഞ്ഞ് ഗൃഹപ്രവേശമൊക്കെ നടത്താൻ നിങ്ങൾക്കിപ്പോൾ സാധ്യമാകും. നിങ്ങളുടെ ഒരു വലിയൊരു ഡ്രീം, ഒരു സ്വപ്നമൊക്കെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നതാണ്. അലസത പിടിച്ച് മടി പിടിച്ച് ഉറങ്ങിക്കിടന്നിരുന്ന ആളുകൾക്കൊക്കെ ഇതിൽ നിന്നൊക്കെ ഒരു പുത്തൻ ഉണർവ് ഉണ്ടാകുന്ന ഒരു സമയമാണ്. വാഹനമൊക്കെ ഉള്ളത് പഴയ വാഹനമൊക്കെയാണ്, അത് ഓടിക്കാൻ പറ്റാണ്ടുണ്ട്. അത് മാറ്റി പുതിയൊരു വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിച്ച് നിങ്ങൾ ഇറങ്ങി പ്രയത്നിക്കുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വഴി തെളിഞ്ഞു വരുന്നതാണ്. അതുപോലെ വസ്തു വിൽക്കാനോ ക്രയവിക്രയമോ ഒക്കെ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അതും സാധ്യമാകുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകൾ, റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സ്ഥലം വാങ്ങലോ കൊടുക്കലോ ഒക്കെ ചെയ്തിരുന്ന ആളുകളോ ഇതുവരെ ഭൂമി വിൽക്കാൻ വിചാരിച്ചിട്ട് നടക്കാതിരുന്നവർക്കും അതുമൊക്കെ സാധ്യമാകുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റിലൊക്കെ ധാരാളം പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് മുടങ്ങിക്കിടന്നിരുന്ന ഈ മേടം രാശിക്കാർക്ക് ഇപ്പൊ അതിനുമൊക്കെ ഗുണങ്ങൾ വന്നു ചേരുന്നുണ്ട്. അതൊക്കെ വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ അത് വിറ്റ് നഷ്ടമില്ലാതെ പണം തിരിച്ചു കിട്ടാനും ഒക്കെ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ഏറ്റവും കൂടുതൽ ചൂടായിട്ട് തന്നെ ഇപ്പൊ ഈ വ്യാഴമാറ്റം നടക്കുന്ന സമയമാണ്. ഇങ്ങനെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ധാരാളം ഗുണാനുഭവങ്ങൾ വന്നു ചേരാം. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിച്ച് വിദേശത്ത് പോകാനോ വിദേശത്ത് പോയിട്ട് തൊഴിൽ കിട്ടാതെ മങ്ങിക്കിടക്കുന്നവർക്കൊക്കെ ഉന്നത പഠനത്തിനൊക്കെ അവസരങ്ങൾ വന്നു ചേരുന്നുണ്ട്. ചിട്ടയായിട്ടുള്ള പഠനവും കാര്യക്ഷമതയും കാര്യപ്രാപ്തിയും കൊണ്ട് നിങ്ങൾക്ക് പുതിയ തലത്തിലേക്കൊക്കെ എത്തിപ്പെടാൻ കഴിയുന്ന ഒരു വ്യാഴമാറ്റമാണ് മേടം രാശിക്കാർക്ക്. സന്താനങ്ങൾക്ക് തൊഴിൽ ലഭിക്കാനും സന്താനങ്ങളുടെ തൊഴിൽ കൊണ്ട് അതിൽ നിന്ന് ധനനേട്ടവും ഒക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സന്താനങ്ങളുടെ സന്തോഷത്തിലൊക്കെ പങ്കുചേരാനൊക്കെ സാധിക്കുന്ന കാലമാണ്. ധനച്ചെലവുകൾ കൂടുമെങ്കിലും ധനം കിട്ടുന്നതിനനുസരിച്ച് ചെലവാക്കാനായിട്ട് സാധിക്കും. ചെലവും നിങ്ങൾക്ക് ഒരുപോലെ ആയിരിക്കും. ധാരാളം ധനച്ചെലവ് ഉണ്ടാവും, പക്ഷെ അതിനനുസരിച്ച് എവിടുന്നെങ്കിലുമൊക്കെ നിങ്ങളിലേക്ക് ധനങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ വരവ് ചെലവ് തുല്യമാവുന്നതിനോടൊപ്പം തന്നെ ആത്മീയമായ കാര്യങ്ങളിലും പുണ്യപ്രവർത്തികൾക്കും മറ്റുമായിട്ടൊക്കെ നിങ്ങൾക്ക് പണം ചെലവഴിക്കാനൊക്കെ സാധിക്കുന്നതാണ്. സർക്കാർ ഉദ്യോഗം കാത്തിരിക്കുന്ന PSC പോലെയുള്ള ടെസ്റ്റുകളൊക്കെ എഴുതി അല്ലെങ്കിൽ UPSC ഒക്കെ എഴുതിയിട്ട് സർക്കാർ ഉദ്യോഗം കാത്തിരിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാനും ഒക്കെ വളരെ അധികം പറ്റിയ ഒരു സമയമാണ്. നല്ലതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ നിരന്തരമായിട്ട് സ്വായത്തമാക്കുകയും ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ല ഗുണങ്ങൾ ഉണ്ടാവാം. ശമ്പള വർധനവോ സ്ഥലം മാറ്റോ
ഒക്കെ ആഗ്രഹിച്ചിരുന്നിരുന്നവർക്ക് അതിനും ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട്. ബന്ധുമിത്രാദികളായിട്ടുള്ളവർക്കും നല്ല സ്നേഹിതന്മാരുള്ളവർക്കും ഒക്കെ അവരുമായിട്ട് നല്ല ബന്ധം പുലർത്താനും അമ്മയും അമ്മയുടെ സഹോദരന്മാരുമായിട്ടും അമ്മയുടെ ബന്ധുക്കളുമായിട്ടും ഒക്കെ നല്ല ബന്ധം പുലർത്താനും അമ്മയുടെ സ്വത്തുക്കൾ എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാനും ഒക്കെ നിങ്ങൾക്ക് ഈ വ്യാഴത്തിന്റെ ഗോചരം കൊണ്ട് സാധ്യമാകുന്നതാണ്. അതുപോലെ തന്നെ ഫാം നടത്തുന്ന കൃഷി പശു വളർത്തലേക്ക് നാൽക്കാലി കർഷകരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഫാമിൽ നിന്ന് അവർക്ക് ലാഭവും അതുപോലെ തന്നെ അതിൽ നിന്ന് കൂടുതൽ കൂടുതൽ ആദായവും ഒക്കെ അവർക്ക് പ്രതീക്ഷിക്കാം. 7.5 ശനി കാലഘട്ടമാണ് എങ്കിലും ചിലവുകൾ വർദ്ധിക്കുന്ന കാലഘട്ടമാണ് എങ്കിലും 7.5 ശനിയുടെ കാഠിന്യം ഈ വ്യാഴത്തിന്റെ ഗോചരം കൊണ്ട് കുറയുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങൾ എങ്കിൽ പിന്നെ നല്ലതാണ്, ഒന്നും ചെയ്യണ്ട എന്ന് വിചാരിക്കേണ്ട. 7.5 ശനിയുടെ ആ ഒരു ദോഷം മാറാനായിട്ട് ശനിയാഴ്ച ദിവസം ശാസ്താവിനെ, മഹാദേവനെ, ആഞ്ജനേയനെ ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഏതാണോ സാധ്യമാകുന്നത് ആ പ്രാർത്ഥനകൾ സ്വായത്തമാക്കുക. ഹനുമാൻ ചാലീസൊക്കെ നിർബന്ധമായിട്ട് പാരായണം ചെയ്യുന്നതും ശനീശ്വര അഷ്ടോത്തര സ്തോത്രം ജപിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകത്തിലെ വ്യാഴത്തിന്റെ പൊസിഷനും നോക്കിയിട്ട് അതിന് മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും കൂടെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്നൊരു ഗോചരം കുറച്ച് 92% നിങ്ങൾക്ക് ഗുണാധിക്യം തന്നെ ഉണ്ടാക്കുന്ന ഒരു ഗോചരമാണ് മേടം രാശിക്കാർക്ക്.